അപ്പം മുത്തലാഖ്, മൂന്ന് തലാഖും ഒന്നിച്ച് ചെല്ലാൻ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ അനുവാദമുണ്ടോ? മുത്തലാഖും സാധാരണഗതിയിലുള്ള ഒറ്റ ത്വലാഖും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, രണ്ടിലൂടെയും വിവാഹബന്ധം വേർപെടും. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ഒറ്റ പ്രാവശ്യം വിവാഹമോചനം ചെയ്തു, ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു, ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു, ത്വലാഖ് ചൊല്ലി പിരിച്ചയച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി, അല്ലെങ്കിൽ രേഖ മൂലം എഴുതുന്നതോടുകൂടി, അറിയിക്കുന്നതോടുകൂടി, ഇപ്പോൾ വാട്സപ്പിലൊക്കെ എഴുതി അറിയിക്കുന്നതോട് ആ നിമിഷം എന്തായി? ബന്ധം വേർപെട്ടു. പിന്നീട് ആ വിവാഹബന്ധം പുനഃസമാഗമം നടക്കണമെങ്കിൽ ഈ ഭർത്താവ് തന്നെ വിചാരിക്കണം, ലോകത്താര് വിചാരിച്ചിട്ടും കാര്യമില്ല. അപ്പം മുത്തലാഖ് നിരോധിച്ച് ഒറ്റ ത്വലാഖ് അനുവദിച്ച് എന്ന് പറഞ്ഞാലും നടക്കാൻ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ മുത്തലാഖ് നിരോധിച്ചതെന്ന് വെച്ചാൽ, മുത്തലാഖിൻ്റെ ഒരു പ്രത്യേകത ഈ ഭർത്താവ് വിചാരിച്ച അവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കൊടുക്കുക ആർക്കാ? ഭർത്താവിനാണ്. ഇവർ ഈ ത്വലാഖ് നടക്കാതെക്കാനാണ് ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, മുത്തലാഖ് നിരോധം എന്നതുകൊണ്ട് ഇവരുദ്ദേശിച്ചത് ത്വലാഖ് തന്നെ ഇല്ലാതാക്കല. ത്വലാഖ് ചൊല്ലാനുള്ള എല്ലാ പഴുതും അടക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിച്ചത്. അതാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ത്വലാഖ് ചൊല്ലിയാലും കേസോ ഇതൊക്കെ ആകുന്നത് അതുകൊണ്ടാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? 3 ത്വലാഖും ചൊല്ലിയാൽ പിന്നെ ഭർത്താവിന് ആ ഭാര്യയെ പുനർവിവാഹത്തിലൂടെ തിരിച്ചെടുക്കണമെങ്കിൽ സാധിക്കുകയില്ല. ആ സ്ത്രീയെ വേറൊരാൾ വിവാഹം ചെയ്യണം. വേറൊരാൾ വിവാഹം ചെയ്ത് എന്നിട്ട് സ്വാഭാവികമായ വിവാഹമോചനം നടക്കണം. എന്നിട്ട് യുദ്ധകാലവും കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് വിവാഹം ചെയ്യാം. അത് ഹലാലാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വാടകയ്ക്ക് എടുത്തിട്ട് വിവാഹം ചെയ്യിപ്പിച്ച് ചോദിച്ചോ, അതാണ് ഹറാമാണേനും. ഭയങ്കര കുറ്റമാണത്. ചടങ്ങ് വിവാഹം എന്നതിന് പറയാം. അത് ഇസ്ലാമിൽ വളരെ കുറ്റകരമായൊരു കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്? വിവാഹം എന്ന് കളിക്കാനുള്ളതല്ല. വിവാഹമോചനവും വിവാഹമൊന്നും അങ്ങനെ കളിതമാശ അല്ല. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഹറാം ഹലാലാകുകയാണ്. എനിക്ക് ആസ്വദിക്കാൻ ഉദ്ദേശിച്ച് നോക്കൽ പോലും ഹറാമായ ഒരു സ്ത്രീയെ ശയ്യ പങ്കിടാൻ മാത്രം അനുവദനീയമാകുന്ന രൂപത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദമാണ് ഒരൊറ്റ വാചകവും കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്, അത് വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇസ്ലാം വിവാഹമോചനം എന്നത് വളരെ പ്രയാസമുള്ളതാക്കി മാറ്റി. എളുപ്പമല്ല വിവാഹമോചനം ചെയ്യാമെന്ന് പറഞ്ഞാൽ. അതായത് ഖുറാനി സുന്നത്തും അനുസരിച്ചായി പറയുന്നത്, തോന്നിയവാസികളായി ജീവിക്കുന്നവരെ പറ്റിയല്ല. ആർത്തവ പീരീഡ് വിവാഹം ചെയ്യാൻ പറ്റില്ല. അതെന്താ അങ്ങനെ വെക്കാൻ കാരണം? സാധാരണഗതിയിൽ ഒരു ഭർത്താവിന് ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ അത് സാധിക്കാത്ത സമയമാണ് ആർത്തവ പീരീഡ്. കാരണം ആർത്തവ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക സംസർഗം പാടില്ല എന്നത് ഖുർആൻ വിലക്കിയതാണ്. യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅ്തസിലുൻ നിസാ ഫിൽ മഹീദ് വലാ തഖറബൂഹുന്ന ഹത്താ യതുഹുർന. അപ്പോൾ ഭർത്താവിന് ഭാര്യയെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് വേണം വിവാഹമോചനം ചെയ്യാൻ. അപ്പം വിവാഹമോചനം ചെയ്യാനുള്ള ആഗ്രഹമോ താല്പര്യമോ ഇല്ലാത്തൊരു സമയമായിരിക്കും അത്. അപ്പോഴാണ് വിവാഹമോചനം ശരിയാവുള്ളൂ. ആർത്തവ പീരീഡ് ഇയാൾക്ക് ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക തൃഷ്ണ അല്ലെങ്കിൽ ശമിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ഭാര്യ ഉണ്ടായാലും നടക്കാത്തൊരു സമയത്താണ് ആർത്തവ പീരീഡ്. ആ സമയത്ത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് വെറുപ്പൊക്കെ ഉണ്ടായി വേർജിപ്പിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ വിവാഹമോചനം ഹറാമാണ്. ഒരുപാട് നിയമങ്ങളിലൂടെയാണല്ലേ ഒരുപാട്. രണ്ടാമത് പാടില്ലാത്ത സമയമാണ് ആർത്തവ ശുദ്ധി വന്ന ഒരു സ്ത്രീ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നാലും പറ്റൂല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ വിവാഹമോചനം എന്നത് വളരെ ടൈറ്റാക്കി അനുവദിച്ചതോടൊപ്പം തന്നെ
കർശനമായ വ്യവസ്ഥകൾ വെച്ച് എങ്ങനെയെങ്കിലും വിവാഹമോചനം എന്നത് ഒഴിവായി കിട്ടാനാണ് ഞങ്ങൾക്ക് ചെയ്തത്. വിവാഹമോചനം ചെയ്താൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ചെലവിൽ ഭർത്താവിൻ്റെ സംരക്ഷണയിൽ ഭാര്യയ്ക്ക് അസുഖം വന്നാൽ ഭർത്താവ് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരെ വരുന്ന രൂപത്തിൽ ഭർതൃഗൃഹത്തിൽ തന്നെ താമസിക്കണം എന്നാണ് നിയമം. ഖുർആൻ തന്നെ പറഞ്ഞ നിങ്ങൾ അവരെ പുറത്താക്കാനും പാടില്ല, അവളായിട്ട് പോകാനും പാടില്ല. അതാ തുഹ്രിജൂഹുന്ന വലാ യഖ്റുജ്ന എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതെന്തിനാ? എന്നിട്ട് യുദ്ധകാലം കഴിയുന്നതിന് മുമ്പ് ഭർത്താവ് നീ ഇങ്ങോട്ട് പോരി, അതൊക്കെ മാപ്പാക്കിക്കളി, ക്ഷമിച്ചാളി, സോറിയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഭാര്യ ഇങ്ങോട്ട് ഇനി ആ തെറ്റൊന്നും ചെയ്യൂല, എന്നാ ഓക്കെ, അതോടുകൂടി എന്തായി? സ്വാഭാവികമായ വിവാഹബന്ധത്തിലേക്ക് വീണ്ടും ദാമ്പത്യത്തിലേക്ക് കടന്നു വരാം. എന്നുവെച്ചാൽ ഭാര്യാഭർത്താക്കന്മാരായി നർത്ഥം. ആ ത്വലാഖ് എന്തായി? അതുകൊണ്ടാണ് ഭാര്യ അവിടെ തന്നെ താമസിക്കണം എന്ന് വരും. എങ്ങനെങ്കിലും ഇവർ ഒന്നിച്ച് ചേരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞ്, ഇങ്ങനെ 2 പ്രാവശ്യവും കഴിഞ്ഞ്, 3ാമത്തെ പ്രാവശ്യം ഒരാൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് ഉറപ്പിച്ചിട്ടാണ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ത്വലാഖ് കൊണ്ട് കളിച്ചാൽ അവൻ ലേശം അടങ്ങാറാവണം. അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു വിവാഹത്തിലൂടെ വിവാഹമോചനമൊക്കെ നടന്നതിന് ശേഷം എന്ന് വെക്കാൻ കാരണം. ഇതാണ് 3 ത്വലാഖും ഒറ്റ ത്വലാഖും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ മുത്തലാഖ് എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് തന്നെ ഞാൻ നിന്നെ 3ഉം ചൊല്ലി എന്ന് പറയാം. ഇത് പലപ്പോഴും ചിന്തിക്കാതെ ആളുകൾ ചെയ്യുക. 4 മദ്ഹബിൻ്റെ ഇമാമുകളുടെ 4 മദ്ഹബിൻ്റെയും വീക്ഷണം അങ്ങനെ 3 എണ്ണം ഒറ്റ ഇരിപ്പിന് ചെല്ലിയാൽ 3ആയി കൂട്ടുന്ന, അതാണ് കോടതി നിരോധിച്ചെന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ കുറ്റകരമാണ്. ഇന്ത്യയിൽ അത് ഭയങ്കര കുറ്റമാണ്, കേസാവുന്ന, ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 3 തലാഖും ചെല്ലേണ്ട കാര്യമില്ല. എത്ര ദേഷ്യം പിടിച്ചാലും ഒഴിവാക്കണം തോന്നി ഒരു തലാഖ് ചെല്ലിയാൽ തന്നെ ഒഴിവായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഈ കാര്യത്തിൽ സംക്ഷിപ്തമായിട്ട് പറയാനുള്ളത്.